Good morning, dear students. So, we have discussed the last class regarding the new pramana, that is Upamana, and we have studied the Lakshana as well as the definition of the Upamana in the last class. ഉപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത് ആദ്യം ആ പ്രമാണത്തിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ പഠിച്ചു. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ലക്ഷണം, അതിൻ്റെ എന്താണ് ഉപമിതികരണം ഉപമാനം അല്ലെങ്കിൽ ഉപമേതി അനേതി ഉപമാനം എന്നൊക്കെ നമ്മൾ പഠിച്ചു. സജ്ഞ സജ്ഞി സംബന്ധജന്യത്വം ഉപമാനം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉപമാനത്തിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ്റെ ചെറിയൊരു പോർഷൻസും കൂടി എടുത്തു. അതിനുശേഷം അതിൻ്റെ യൂട്ടിലിറ്റിയും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 3 ഡെഫിനിഷൻസ് ആണ് പഠിച്ചത്. ഉപമിതികരണം ഉപമാനം, ഉപമീയതി അനേതി ഉപമാനം, ഉപമിതി സജ്ഞി സംബന്ധജന്യത്വം ഉപമതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 3 ഡെഫിനിഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഉപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു വസ്തുവിനെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു നോൺ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ നോൺ ഒബ്ജക്റ്റിന്റെയും അൺനോൺ ഒബ്ജക്റ്റിന്റെയും സിമിലാരിറ്റി വെച്ചിട്ട് നമ്മൾ ഒരു അൺനോൺ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ഉപമാനം എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ പറയുകയാണ് ഒരു പുതിയൊരു സർ നിങ്ങൾക്ക് നാളെ ക്ലാസ് എടുക്കാൻ വരികയാണ്. ഹീസ് ലുക്കിംഗ് ലൈക്ക് സം ഫിലിം സ്റ്റാർ. അപ്പോൾ നിങ്ങൾ ആ സാറിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ ഹീസ് അൺനോൺ ഫോർ യു. സോ നോൺ ആയിട്ട് ഞാൻ പറഞ്ഞ ഫിലിം സ്റ്റാർ ആണ് ഹൃത്തിക് റോഷൻ. മേ ബി ഹീസ് ലുക്കിംഗ് ലൈക്ക് ഹൃത്തിക് റോഷൻ. നോൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് ഹൃത്തിക് റോഷൻ ആണ്. സോ യു ആർ ഗോയിങ് ആൻഡ് യു ആർ സീയിങ് ഹിം സംവെയർ ഇൻ ദ ക്യാമ്പസ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ knowledge that he's seeing like he's looking like Hrithik Roshan, and you are getting the knowledge that he will be our new sir who will come to teach tomorrow എന്ന് പറഞ്ഞൊരു നോളജ് നിങ്ങൾക്ക് കിട്ടുകയാണ്. സോ അതിനെയാണ് നമ്മൾ അൺനോൺ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നോൺ ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിന്റെ സിമിലാരിറ്റി വെച്ചിട്ട് വി ആർ ഗെറ്റിംഗ് ദ നോളജ്. ഇതിനെയാണ് നമ്മൾ ഉപമാനം എന്ന് പറയുക. ഈ ഒരു പ്രൊസീജിയറിനെ, ഈ ഒരു പ്രോസസ്സിനെ, ഈ ഒരു മെത്തേഡിനെയാണ്, ഈ ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് ഉപമാനം എന്ന് പറയുക. ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ ഫൈനൽ നോളജ്, ദാറ്റ് ഈസ് ഉപമിതി. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഡെഫിനേഷൻ കൂടി ഉണ്ട്. നമ്മൾ തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപമാനം എന്നുള്ള പ്രമാണം ചരകൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചരകൻ അത് പ്രമാണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചരകൻ പറഞ്ഞിരിക്കുന്ന 4 പ്രമാണങ്ങളാണ്. അതാണ് പ്രത്യക്ഷം, ആപ്തോപദേശം, അനുമാനം ആൻഡ് യുക്തി. പക്ഷെ ചരകൻ ഒരിക്കലും ഉപമാനത്തിനെ ഒരു പ്രമാണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് അതേസമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുശ്രുത സംഹിതയും ന്യായദർശനവും തർക്കസംഗ്രഹവുമാണ് ഈ ഒരു ഉപമാനത്തിനെ പ്രമാണമായിട്ട് എടുത്തിരിക്കുന്നത്. അവരുടെ പ്രമാണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷം, ആപ്തോപദേശം, അനുമാനം ആൻഡ് ഉപമാനം. ചരകനിലേക്ക് വരുമ്പോൾ ഉപമാനത്തിന് വേണ്ടി യുക്തിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചരകൻ എന്ന് പറയുന്ന ഈ ഉപമാനം എന്ന് പറഞ്ഞാൽ ചരകൻ അറിയില്ല എന്നല്ല, ചരകൻ അത് വേറൊരു കണ്ടക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൗ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഹെൽത്തി ഡിബേറ്റ് എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ, ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ചരകൻ ഉപമാനം, അതിന് ഔപം എന്ന് പറഞ്ഞൊരു വേർഡാണ് ചരകൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡെഫിനിഷൻ, ഷഡ്ദർശന സംഗ്രഹത്തിലുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ഷഡ്ദർശന സംഗ്രഹം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ് ഉപമാനത്തിന്റെ ഡെഫിനിഷൻ. പ്രസിദ്ധ വസ്തു സാധർമ്യാത് അപ്രസിദ്ധ വസ്തു സാധനം ഉപമാനമിതിക്യാതം ഗോഗവേസ്തത. പ്രസിദ്ധ വസ്തു സാധർമ്യാത് അപ്രസിദ്ധ വസ്തു സാധനം ഉപമാനമിതിക്യാതം ഗോഗവേസ്തത. നമുക്ക് നോക്കാം. പ്രസിദ്ധ വസ്തു എന്ന് വെച്ചാൽ വാട്ട് ഈസ് മീനിങ്? ദാറ്റ് ഈസ് നോൺ വസ്തു, നോൺ ഒബ്ജക്ട്. പ്രസിദ്ധ, ഫേമസ്, നമുക്ക് നോൺ ആയിട്ടുള്ള നോൺ ഒബ്ജക്ട്. പ്രസിദ്ധ വസ്തു മീൻസ് നോൺ ഒബ്ജക്ട്. അപ്രസിദ്ധ വസ്തു മീൻസ് വാട്ട്? ദാറ്റ് ഈസ് അൺനോൺ ഒബ്ജക്ട്. സോ നോൺ ഒബ്ജക്റ്റും അൺനോൺ ഒബ്ജക്റ്റും. സാധർമ്യ മീൻസ് സിമിലാരിറ്റി. സോ
ഉപമാനം ഇരിക്കണം. ദിസ് ഈസ് വാട്ട് ഉപമാന. എന്താണ് ഉപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദ നോളജ് ഓഫ് അൺനോൺ ഒബ്ജക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നോൺ വിത്ത് ദ സിമിലാരിറ്റി ഓഫ് ദി നോൺ ഒബ്ജക്ട്. സോ അപ്രസിദ്ധമായിട്ടുള്ള വസ്തു അൺനോൺ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നോൺ ഒബ്ജക്റ്റുമായിട്ടുള്ള സിമിലാരിറ്റി വെച്ചിട്ട് വി ആർ ഗെറ്റിംഗ് ദ നോളജ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് ഉപമാനം ഇരിക്കുക. അതിനെയാണ് ഉപമാനം എന്ന് പറയുന്നു. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഗോ ഗവയസ്തത. ഗോവും ഗവയും. ഗവ എല്ലാവർക്കും അറിയാം. ഗവ മീൻസ് നത്തിങ് ബട്ട് കൗ, പശുവാണ്. ഗോ എന്ന് പറഞ്ഞാൽ ഗായൽ കൗ എന്ന് പറയും ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഗായൽ കൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ പോലുള്ള ഒരു സാധനം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പം ബോയ്സ് അർജുന്, ശ്രാവൺ, അതുപോലെ ജിഷ്ണു ഇവരൊക്കെ നമ്മുടെ സ്നേക്ക് പാർക്ക് പോയി. സ്നേക്ക് പാർക്ക് പോയ സമയത്ത് അവർ പോയ 4 പേര് പോയി, 3 പേര് പോയി. എന്നിട്ട് അതിന് ശേഷം ക്ലാസ് വന്നിട്ട് പറയാണ് സ്നേക്ക് പാർക്കിൽ പുതിയൊരു ജീവി വന്നിട്ടുണ്ട്, പുതിയൊരു ആനിമൽ വന്നിട്ടുണ്ട്. ആ ആനിമലിനെ വെച്ചാൽ പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അത് അവിടെ ഉണ്ട് സംഭവം, അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്, അവിടെ എല്ലാവരും കേജിൽ ഇട്ടിട്ടുണ്ട്. അതിനെ കാണാൻ പശുവിനെ പോലെ ഉണ്ടെന്നാണ് ക്ലാസ്സിൽ പറയുന്നത്. പശുവിനെ പോലെ ഉണ്ട്. അവർക്ക് അതിന് പേരറിയത്തില്ല എന്താണ് ആ അൺനോൺ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ അവർക്ക് അറിയത്തില്ല. ബട്ട് അർജുനും ശ്രാവണും ജിഷ്ണു ഒക്കെ ക്ലാസ്സിൽ വന്നിട്ട് പറയുന്നത് അടിപൊളി ഒരു ആനിമൽ വന്നിട്ടുണ്ട്, ആ ആനിമൽ പക്ഷെ പശുവിനെ പോലെ അല്ലേന്ന്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഒബ്ജക്ട് അൺനോൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, എല്ലാം പശുവിനെ പോലെ നിങ്ങൾക്ക് ഒരു മനസ്സിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾ കുറച്ച് ഗേൾസ് നാളെ അലീനയും കൃഷ്ണപ്രിയയും സ്നേഹയൊക്കെ കൂടിയിട്ട് സ്നേക്ക് പാർക്കിലേക്ക് പോകുന്ന സമയത്ത് ഒരു കേജിൽ ഒരു ആനിമൽ ഉണ്ട്. നോക്കുമ്പോൾ പശുവിനെ പോലെ ഉണ്ട്. അതിനെ കാണാൻ ഒരു 4 കാലുണ്ട്, 2 കൊമ്പുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു വാലുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു പശുവിനെ പോലത്തെ ഒരു ഒബ്ജക്റ്റിനെ കാണും. അപ്പോഴായിരുന്നു ഇവർ റീകളക്ട് ചെയ്യുക, ഇന്നലെ ബോയ്സ് വന്ന് പറഞ്ഞായിരുന്നല്ലോ ഒരു പശുവിനെ പോലത്തെ ഒരു പുതിയൊരു സാധനം ഉണ്ട് സ്നേക്ക് പാർക്കിൽ വന്നിട്ട്. സോ ഇതായിരിക്കും ആ പുതിയ ആനിമൽ എന്നുള്ള അവർ മനസ്സിലാക്കുന്നത്. സിമിലാരിറ്റിയാണ് ഇവിടെ. അൺനോൺ ഒബ്ജക്ട് എന്ന് പറയുന്നത് പുതിയതായി വന്ന ഒരു ആനിമലാണ്. നോൺ ഒബ്ജക്റ്റ് കൗ ആണ്. കൗവിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ കൗവിന്റെ സിമിലാരിറ്റി വിത്ത് അൺനോൺ ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ ഹെൽപ്പിന്റെ കൂടെ സഹായത്തോടു കൂടി വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദ നോളജ്, വി ആർ ഗെറ്റിംഗ് ദ നോളജ് ഓഫ് ദിസ് എക്സിസ്റ്റ് സംതിങ്. ആ ഒരു ഒബ്ജക്ട് ഇതാണെന്ന് മനസ്സിലാവും. ഇതിനെയാണ് നമ്മൾ ഉപമാനം എന്ന് പറയാം. ഈ ഒരു ശ്ലോകത്തിൽ ഗോ ഗവയാണെന്ന് പഴയ കാലത്ത് പറഞ്ഞാണ്. പണ്ടത്തെ കാലത്ത് പറയാൻ പറ്റിയ ഒരു എക്സാമ്പിൾസ് ആണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി ഉപമാനം എന്ന് പറയുന്ന ഒരു പ്രമാണമാണ്. തർക്കസംഗ്രഹക്കാരും ന്യായദർശനവും സുശ്രൂവും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രമാണമാണ് ഉപമാനം. ഈ ഉപമാനത്തിൽ ബാക്കി പ്രമാണങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കമ്പാരിസൺ ഓഫ് ഉപമാന വിത്ത് അതർ പ്രമാണം. പ്രമാണ നമ്മൾക്ക് അറിയുന്ന പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? അപ്പം ഫസ്റ്റ് പ്രത്യക്ഷ. നെക്സ്റ്റ് വൺ ഈസ് ആപ്തോപദേശ. തേർഡ് വൺ ഈസ് അനുമാനം. ശരിക്ക് പ്രത്യക്ഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഓൾമോസ്റ്റ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. ആപ്തോപദേശ വി ഓവർ. അനുമാനം നമ്മൾ എടുക്കാനുണ്ട്. ശരിക്കും അനുമാനം ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ട് ടോപ്പിക്കാണ്. സോ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സസിലേക്കാണ് നല്ലത് ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കുന്ന എനിക്ക് അനുമാനം ഏറ്റവും ബെസ്റ്റ്. ഒരുപാട് കൺസെപ്റ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. സോ നമുക്ക് പഠിക്കാം എന്താണ് അനുമാനം എന്നുള്ളത്. സോ പ്രത്യക്ഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രമാണങ്ങൾ അല്ലെ ഉപമാനത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ ഉപമാനത്തിൽ എങ്ങനെയാണ് അല്ലെ കമ്പയർ ചെയ്യുന്നത്, ഉപമാനത്തിൽ എങ്ങനെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്ക് നാളെ തൊട്ടിട്ട് ഒരു പുതിയ സാറ് ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത്, ഒരു ഹൃത്തിക് റോഷനെ പോലെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓഫീസിന്റെ മുമ്പിലോ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ട് ഹൃത്തിക് റോഷനെ പോലെ ഒരാൾ കാണുന്നു. സോ ഇവിടെ ഉപമാനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്. ഉപമാനം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പ്രത്യക്ഷത്തിലൂടെയാണ് കാണുന്നത്. ദാറ്റ് വി ആർ സീയിങ് ഹിം ത്രൂ അവർ ഐസ്, അവർ ഇന്ദ്രിയം വഴിയാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത്. സോ അങ്ങനെയാണ് പ്രത്യക്ഷം അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് സം നോളജ്, or you will remembering that Prabin sir told that a new sir will come and he is looking like Hrithik Roshan എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നോളജ് നിങ്ങൾക്ക് ആപ്തോപദേശമായിട്ട് നിങ്ങൾക്ക് റീകളക്ട് ചെയ്ത് നിങ്ങൾ ഓർമ്മിക്കുകയാണ്. ഫസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഞാൻ ആദ്യം ക്ലാസ്സിലൊക്കെ വന്ന് ഞാൻ പറഞ്ഞു പോയി.
നിങ്ങൾക്ക് പുതിയൊരു സാറ് വരുന്നുണ്ട്, അദ്ദേഹത്തിന് ഹൃത്തിക് റോഷനെ പോലെ ഞാൻ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞെന്ന് ഞാൻ പോയി. അതിനുശേഷം നിങ്ങൾ പോയിട്ട് ഓഫീസിന് മുമ്പിൽ വെച്ച് സാറെ കാണുന്നുണ്ട്, പുതിയ സാറിനെ നിങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. ആ കാണുന്ന സമയത്ത് പ്രത്യക്ഷമാണ്, നിങ്ങളുടെ ഇന്ദ്രിയത്തിലേക്കൂടെ നിങ്ങൾ അദ്ദേഹത്തിനെ പെർസീവ് ചെയ്യണം. സോ അവിടെ പ്രത്യക്ഷം എന്ന് പറയുന്ന പ്രമാണം അവിടെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കണ്ടു കഴിഞ്ഞാൽ സഡൻലി നിങ്ങൾ റീകളക്ട് ചെയ്യും ദാറ്റ് പ്രവീൺ സാർ ടോൾഡ് ദാറ്റ് എ ന്യൂ സർ ഈസ് കമ്മിങ്, ഹി ഈസ് ലുക്കിംഗ് ലൈക്ക് ഹൃത്തിക് റോഷൻ. നിങ്ങൾ റീകളക്ട് ചെയ്യണം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആപ്തോപദേശ. ആൻഡ് തേർഡ് വണ്, ഈ റീകളക്ട് ചെയ്ത ഞാൻ പറഞ്ഞ കാര്യവും പിന്നെ നിങ്ങൾ കണ്ടതും വെച്ച് നിങ്ങൾ ഇൻഫർ ചെയ്യാണ്, നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാണ്, ഹി വിൽ ബി അവർ ന്യൂ സർ, ഇതായിരിക്കും ഞങ്ങളുടെ പുതിയ സർ. അതിനെയാണ് അനുമാനം എന്ന് പറയുന്നത്. അനുമാനം ഇൻഫറൻസ് ആണ്, കൺക്ലൂഡ് ചെയ്യുക. തൽക്കാലം നമ്മൾ യോജിച്ചിട്ട് നമ്മൾ ആലോചിച്ചതിന് ശേഷം നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. സോ ഇങ്ങനെയാണ് 3 പ്രമാണങ്ങൾ ഉപമാനത്തിൽ വരുന്നത്. സോ ഉപമാനം എന്ന് വെച്ചാൽ പ്രമാണങ്ങളും, ഉപമാനം എന്ന് പറയുന്ന ഒരു പ്രമാണം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ ഈ 3 പ്രമാണങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ 3 പ്രമാണങ്ങളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഉപമാനം എന്ന് പറയുന്ന പ്രമാണം അല്ല ഉപമാനത്തിൽ കൂടെ നമുക്ക് നോളജ് കിട്ടുക. സോ നെക്സ്റ്റ് വൺ ഈസ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എങ്ങനെയാണ് ഇതിന്റെ ഉപമാനത്തിന്റെ യൂട്ടിലിറ്റി? അത് നമുക്ക് അത് പഠിക്കുന്ന സമയത്ത് തന്നെ ചരകൻ എന്താണ് ഔപമ്യം. ഉപമാനം എന്ന് പറഞ്ഞ വേർഡല്ല ചരകൻ യൂസ് ചെയ്തിരിക്കുന്ന ഔപമ്യം എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡാണ്. സോ അതെങ്ങനെ നമുക്ക് യൂട്ടിലിറ്റി പഠിക്കാം. യൂട്ടിലിറ്റി സോ ഇത് ചരകൻ പറഞ്ഞിരിക്കുന്നതാണ്. ചരക ഹാസ് യൂസ്ഡ് ദ വേർഡ് ഔപമ്യ. ഔപമ്യം എന്ന് പറഞ്ഞൊരു വേർഡാണ് ചരകൻ ഉപമാനത്തിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത്, ഔപമ്യം. സോ നിങ്ങൾക്ക് ഇതും ഡെഫിനിഷൻ ആയിട്ട് എഴുതാം ഉപമാനത്തിന്റെ. പക്ഷെ ചരക ഹാസ് യൂസ്ഡ് ദ വേർഡ് ഔപമ്യ ഇൻസ്റ്റെഡ് ഓഫ് ഉപമാന. ഔപമ്യം നാമ യത് അന്യേന അന്യസ്യ സാധർമ്മ്യ അധികൃത്യ പ്രകാശനം. ഔപമ്യം നാമ യത് അന്യേന അന്യസ്യ സാധർമ്മ്യ അധികൃത്യ പ്രകാശനം. യഥാ ദണ്ഡേന ദണ്ഡകസ്യ ധനുഷ ധനുസ്തംഭസ്യ ഈശ്വാസേന ആരോഗ്യതസ്യ. യഥാ ദണ്ഡേന ദണ്ഡകസ്യ ധനുഷ ധനുസ്തംഭസ്യ ഈശ്വാസേന ആരോഗ്യദസ്യ. സോ നമുക്ക് നോക്കാം ഇതിന്റെ മീനിങ്. ഔപമ്യം നാമ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ. ദിസ് ഈസ് വാട്ട് ഉപമാനം. ചരകൻ പറയുന്നത് ഇതെന്താണ്, ഇതാണ് ഉപമാനം, ഇതാണ് ഔപമ്യം. എന്താണ് നോക്കാം. അന്യേന അന്യസ്യ സാധർമ്മ്യം. സാധർമ്മ്യം എന്നുള്ള മീനിങ് നമുക്ക് ഓൾറെഡി. സാധർമ്മ്യം മീൻസ് സിമിലാരിറ്റി. സാധർമ്മ്യം മീൻസ് സിമിലാരിറ്റി. അന്യേന അന്യസ്യ. അന്യ എന്ന് വെച്ചാൽ എന്താണ്? അന്യം, അന്യനാണ്. അതേഴ്സ്, അന്യ, അന്യസ്യ. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ സംഭവം തന്നെ നമ്മൾ ഒരു അറിയാത്ത വസ്തുവിനെ അറിയുന്ന വസ്തുവിന്റെ സിമിലാരിറ്റി വെച്ചിട്ട് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ഔപമ്യം എന്ന് പറയാ. സോ അന്യേന അന്യസ്യ മറ്റുള്ളതിനെ വെച്ച് അൺനോൺ ഒബ്ജക്റ്റിനെ നമുക്ക് അറിയുന്ന ഒബ്ജക്ട് വെച്ചിട്ട് അതിന്റെ സിമിലാരിറ്റി വെച്ചിട്ട് നമ്മൾ സാദൃശ്യ സിമിലാരിറ്റി വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഔപമ്യം എന്ന് പറയാം. ഇനി എന്റെ എക്സാമ്പിൾ ആണ് ചരകൻ. യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യഥാ ദണ്ഡേന ദണ്ഡകസ്യ. ദണ്ഡക എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ദണ്ഡക എന്ന് പറഞ്ഞൊരു നിങ്ങൾ പഠിക്കും, നിങ്ങൾ സെക്കൻഡ് ഇയറിൽ നിദാനത്തിലും അല്ലെങ്കിൽ ഫൈനൽ ഇയറിലൊക്കെ നിങ്ങൾ പഠിക്കും. ദണ്ഡ മീൻസ്
നമ്മുടെ സ്റ്റിക്ക് എന്നാണ് അർത്ഥം, വടി. ദണ്ഡകസ്യ, ദണ്ഡക എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ആ ദണ്ഡക എന്ന് പറഞ്ഞ അസുഖം എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് വിൽ ബി ലൈക്ക്, പേഷ്യൻ്റ് ഇങ്ങനെ സ്റ്റിക്ക് പോലെ ഇങ്ങനെ സ്റ്റിഫായിട്ടുണ്ടാവും. ഒരു വടി ഇങ്ങനെ ഉണ്ടാവും സ്റ്റിഫായിട്ട്, സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാവും, വടി സ്റ്റിഫായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും, വടി സ്റ്റിക്ക് ഉണ്ടാവും സ്റ്റിഫായിട്ട്. അതുപോലെ ആയിരിക്കും പേഷ്യൻ്റ് നിങ്ങളടുത്ത് വരിക. പേഷ്യൻസിന് ബെൻഡ് ചെയ്യാൻ പറ്റില്ല, പേഷ്യൻറ്റിന് എന്താ പറയുക, ഒരു മൂവ്മെന്റ് ഒന്നും നടത്താൻ പറ്റില്ല, സ്റ്റിഫായിട്ടുണ്ട്, അങ്ങനെ വടി പോലെ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അതിന്റെ വടിയുടെ സിമിലാരിറ്റി ആണല്ലേ, വടിയുടെ ഒരു ഉപമാനമാണ്, വടിയുടെ പോലെയാണ് അസുഖം എന്നുള്ളത് കൊണ്ടാണ് ദണ്ഡകസ്യ എന്ന ദണ്ഡക രോഗം, ദണ്ഡക എന്ന് പറഞ്ഞ ഒരു അസുഖമായിട്ട് കമ്പയർ ചെയ്തത്. അത് വടിയെ പോലെയാണുള്ളത്, ഒരു സ്റ്റിക്കിനെ പോലെയുള്ള, സ്റ്റിക്കിനെ സ്റ്റിഫായിട്ട് എന്താ പറയുക, ആ ഒരു പോസ്റ്ററിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലായിരിക്കും അസുഖം. അതിനാണ് ദണ്ഡക എന്ന് പറഞ്ഞത്. ധനുസ്തംഭസ്യ, ധനുസ്തംഭ മീൻസ് നമ്മളെ ഏരോ, അമ്പ് എന്ന് പറയുന്നില്ലേ, ഏരോ എങ്ങനെ ഉണ്ടാവും, നമ്മൾ ഒരു വളഞ്ഞിട്ടല്ലേ ഉണ്ടാവോ, ഇങ്ങനെ റാ ഷേപ്പിൽ. അതുപോലെ ചില പേഷ്യൻസ് ഉണ്ടാവും. പേഷ്യൻസ് വരുന്ന സമയത്ത് പേഷ്യൻസിന്റെ ബോഡി പോസ്റ്റർ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പേഷ്യന്റ് വരുന്നത്. പേഷ്യന്റ് വരുന്നത് നമ്മൾ അടുത്തന്നെ വരുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കാം. സോ അതുകൊണ്ടാണ് ആ ഏറോ പോലെ ഉള്ളതുകൊണ്ട് അതിനെ ധനുസ്തംഭ എന്ന് പറയുന്നു. ഈ ശ്വാസേന ആരോഗ്യദസ്യ, അതൊരു അസുഖത്തിനല്ല പറഞ്ഞത്. ഈ ആരോഗ്യദസ്യ മീൻസ് നമ്മൾ ഒരു അമ്പ് എയ്യുന്ന സമയത്ത്, നിങ്ങൾ യുദ്ധത്തിലൊക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അമ്പൊന്നും ചെയ്യാറില്ല, പഴയ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള ഒരു വെപ്പണായിരുന്നില്ല അമ്പ് എന്ന് പറയുന്നത്, നമ്മൾ മഹാഭാരതത്തിലൊക്കെ കണ്ടില്ലേ. അപ്പൊ അമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ എവിടെയാണ് ഉണ്ടാകുന്നത്, നമുക്ക് എയിമിലായിരിക്കും കോൺസെൻട്രേഷൻ ഉണ്ടാകും, ലക്ഷ്യത്തിലായിരിക്കണം കോൺസെൻട്രേഷൻ, ലക്ഷ്യത്തിലായിരിക്കും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടാകേണ്ടത്. നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണാൻ പാടില്ല, നമുക്ക് എവിടെയാണ് നമുക്ക് അമ്പ് ചെയ്യേണ്ടത് അവിടെ മാത്രം കോൺസെൻട്രേഷൻ വേണ്ടത്. അതുപോലെ ആയിരിക്കണം വൈദ്യൻ, അതുപോലെ ആയിരിക്കും ഡോക്ടറുടെ കോൺസെൻട്രേഷൻ ഓൺലി ടു ഹൗ ടു റീഗെയിൻ ദ ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ്, അല്ലെ ഹൗ ടു ഗിവ് ദ ഹെൽത്ത് ഓഫ് എ പേഷ്യന്റ്. സോ എങ്ങനെ നമുക്ക് ഹൗ ടു ഗിവ് ദ ഹെൽത്ത് ടു ദ പേഷ്യന്റ്, എങ്ങനെ നമുക്കൊരു പേഷ്യന്റിന് ഹെൽത്ത് കൊടുക്കാം, ആരോഗ്യം കൊടുക്കാം. കാരണം പേഷ്യന്റ് നമ്മുടെ അടുത്ത് ഒരു അസുഖം കൊണ്ടായിരിക്കാം. സോ എങ്ങനെ ആ പേഷ്യന്റിന് അസുഖം മാറ്റി കൊടുക്കാം എന്നുള്ള കോൺസെൻട്രേഷൻ മാത്രമേ നമുക്ക് പാടുള്ളൂ. ഹൗ നമ്മൾ എയർ ചെയ്യുന്ന അമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എയിമിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ തോക്കെടുത്തിട്ട് വെടിവെക്കുന്ന സമയത്ത് നമുക്ക് എയിമിൽ നമുക്ക് അവിടെ മാത്രമേ കോൺസെൻട്രേഷൻ പാടുള്ളൂ, എവിടെയാണ് വെടിവെക്കേണ്ടത്. അതുപോലെ ഇരിക്കണം ഒരു ഫിസിഷ്യന്റെ, ഒരു ഡോക്ടറുടെ എന്താ പറയാ എയിം മീൻസ് കോൺസെൻട്രേഷൻ, പേഷ്യന്റിന്റെ അസുഖം മാറുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം, എയിം. സോ ഇതാണ് അതിന്റെ യൂട്ടിലിറ്റി പറയുന്നത്. സോ നിങ്ങൾ ചരകന്റെ ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപമാനത്തിൽ ഔപമ്യനാമ യഥ അന്യേന അന്യസ്യ സാധർമ്മ്യ അധികൃത്യ പ്രകാശനം. ദാറ്റ് മീൻസ് ഔപമ്യ is nothing but the understanding an unknown object with the help of similarity of known object, that is known as ഔപമ്യ. സോ യൂട്ടിലിറ്റിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എടുക്കാം ദണ്ഡക ഡിസീസ്. ദണ്ഡക എന്നുള്ള ഒരു അസുഖത്തിന് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാം ധനുസ്തംഭ എന്നുള്ള ഒരു അസുഖത്തിന് നിങ്ങൾക്ക് പറയാം. ഈശ്വാസ ആരോഗ്യവസ്ഥ എഴുതാം. ദെൻ നിങ്ങൾ തിലകാലക എന്നൊരു അസുഖമുണ്ട്, അത് സ്കിൻ ഡിസീസ് ആണ്. തിലകാലക സ്കിൻ ഡിസീസുകൾ മൊത്തം ഈ ഉപമാനത്തിലേക്ക് കൂടെയാണ്. പലതിനും തിലാന്ന് മീൻസ് എള്ളാണ്, നമ്മുടെ സീസം, നമ്മുടെ എള്ളില്ലേ, എള്ള് പോലെ നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊടികളായിട്ട് ചെറിയ ചെറിയ ബ്ലാക്കിഷ് മാർക്കുകൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ എള്ള് പോലെ നിങ്ങൾ ഒരു പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കും. സോ അതിനെ പോലെയാണ് നമുക്ക് അതുകൊണ്ട് തിലകാലക എന്ന് പറയുന്നത്, എള്ളിനെ പോലെ. സോ തിലകാലകയുണ്ട്. പിന്നെ നിങ്ങൾ ഹൃദയത്തിനെ കുറിച്ച് അനാട്ടമിയിൽ പഠിച്ചതെന്ന് അറിയില്ല. ഹൃദയം പുണ്ടരീക സദൃശ്യം എന്ന് പറയും. ഹൃദയം പുണ്ടരീക എന്ന് വെച്ചാല് ലോട്ടസ് ആണ്. ലോട്ടസിനെ പോലെ, ലോട്ടസ് ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിങ്ങൾ പഠിക്കും പുണ്ടരീകം. ദെൻ പിന്നെ നിങ്ങൾ ലോകപുരുഷ സാമ്യം ഫിസിയോളജി പഠിച്ചതല്ല, അല്ലെങ്കിൽ പഠിക്കും. ലോകപുരുഷ സാമ്യ വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആയുർവേദത്തിൽ. whatever we can see in the universe, that we can see in the human body also. യൂണിവേഴ്സിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ യൂണിവേഴ്സിൽ കാണുന്നത് മൈക്രോസോം അല്ലെങ്കിൽ മാക്രോസോം ഒരു വലിയൊരു രൂപത്തിൽ കാണും യൂണിവേഴ്സിൽ. അതിന് മൈന്യൂട്ടായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലും കാണാൻ പറ്റും. സോ ഇതാണ് ലോകപുരുഷ സ്ഥാനം. നമ്മളിപ്പോൾ വാദത്തിനെ ബ്രീസുമായിട്ട് അല്ലെങ്കിൽ കാറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, പിത്തത്തിനെ സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ കഫത്തിനെ മൂണുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ ഇതൊക്കെ ഉപമാനമാണ് ലോകപുരുഷ സാമ്യം. ദെൻ പിന്നെ വന്നു കഴിഞ്ഞാൽ
നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇനി നമ്മൾ നേരത്തെ ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിച്ചില്ലേ, ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. സോ സ്പോണ്ടിലൈറ്റിസ്, സോ ഇത് ബാംബു ബാംബു സ്പൈൻ എക്സ്റേ ആയിരിക്കും. ബാംബു പോലത്തെ അല്ലെ നമ്മൾ എക്സ്റേയിൽ നോക്കുന്ന സമയത്ത് ബാംബു സ്പൈൻ ആയിരിക്കും. സോ അതുകൊണ്ട് അതിന് ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമുക്ക് മിക്സഡിമ, മൂൺ ഫേസ് എന്ന് പറയുന്നത്. മൂൺ ഫേസ് എന്ന് വെച്ചാൽ മിക്സഡിമയാണ്. മിക്സഡിമ ഹൈപ്പോതൈറോയിഡിസിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മിക്സഡിമ. സോ അത് നമുക്ക് മൂൺ ഫേസ്, മിക്സഡിമ. സോ പിന്നെ സ്വാൻ നെക്ക്. സ്വാൻ നെക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അരയന്നത്തിന്റെ നെക്ക്. സ്വാൻ നെക്ക് നമുക്ക് കാണാൻ പറ്റുക റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണ് നമുക്ക് കാണാൻ പറ്റും സ്വാൻ നെക്ക്. സ്വാൻ നെക്ക് നമുക്കിപ്പം കൈയുടെ വിരലുകളൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. സ്വാൻ നെക്ക് എന്ന് വെച്ചാൽ അരയന്നത്തിന്റെ നെക്ക് പോലെ ആയിട്ടുണ്ടാവും, ജോയിന്റ്സ്, ബോൺസ് ഒക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഉപമാനത്തിന്റെ യൂട്ടിലിറ്റി വരുന്നത്. സോ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഈ ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെക്ചർ ക്ലാസ്സിൽ എടുക്കുകയാണ്. ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് യു ക്യാൻ സീ ദ ബാംബു ലൈക്ക് സ്പൈൻ ഇൻ ദി എക്സ്റേ എന്ന് പറയുന്ന സമയത്ത്, പിറ്റേന്ന് നമ്മൾ ഒ പി പോകുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് an X-ray and we are looking in the X-ray film. So it's the spine looks like a bamboo structure. So നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആംഗ്ലൈസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഉപമാനം. ഇങ്ങനെയാണ് ഉപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യത്തിൽ ഡ്രഗിനെ ഐഡന്റിഫൈ ചെയ്യാൻ. നിങ്ങൾ ഗോജിഹ്വ എന്ന് പറയുന്ന ഡ്രഗ് കേട്ടെന്ന് അറിയില്ല, അല്ല സെക്കൻഡ് ഇയറിൽ പഠിക്കും നിങ്ങൾ. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പദാർത്ഥ വിജ്ഞാനത്തിന്റെ യൂട്ടിലിറ്റി ഫസ്റ്റ് ഇയറിലല്ല, അത് നിങ്ങൾ കമ്മിങ് ഇയേഴ്സിലും നിങ്ങൾ ക്ലിനിക്കൽ ലൈഫിലൊക്കെയാണ് പദാർത്ഥത്തിന്റെ യൂട്ടിലിറ്റി വരുന്നത്. അടുത്ത വർഷം നിങ്ങൾ ഡ്രഗ് പഠിക്കുന്ന സമയത്ത്, ദ്രവ്യഗുണത്തിൽ ഡ്രഗ് പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഡ്രഗിന്റെ പേരും നമ്മൾ സിമിലർ ടു സം ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഗോജിഹ്വ എന്ന് പറയുന്നത് ഉണ്ട്. ഗോജിഹ്വ എന്ന് വെച്ചാൽ പശുവിന്റെ നാവ് പോലത്തെ ഒരു ചെടിയുണ്ട്. അതിന് നമ്മൾ പശുവിന്റെ ചെടി കാണുന്ന സമയത്ത് പശുവിന്റെ നാവ് പോലെ ഉണ്ടാവും. സോ we are given the name as a ഗോജിഹ്വ. അതിന് ആക്കൂകർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുയലിന്റെ ചെവി പോലെയുള്ള മുയൽ ചെവി നമുക്ക് കാണാം, ചില ചെടികൾ കാണാം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും, പേരിടും, ആക്കൂകർണി എന്ന് വിളിക്കുന്നു. അതുപോലെ നിങ്ങൾ രക്തത്തിന്റെ പഠിച്ചിട്ടില്ലേ, ഇന്ദ്രഗോപ പ്രതികാംശം പത്മാലക്ത കസന്യ എന്ന് പറഞ്ഞില്ലേ, ഇന്ദ്രഗോപന്റെ കളർ പോലെ ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചോന്ന് എനിക്കറിയത്തില്ല. ആ ഒരു റെഡിഷ് കളറായിരിക്കും രക്തത്തിന് ഉണ്ടാവുക. അല്ലെങ്കിൽ ശുദ്ധ ശുക്ലലക്ഷണം പഠിച്ചോന്ന് അറിയില്ല. സ്ഫടികാപം ദ്രവസ്റ്റുക്ത, സ്ഫടികത്തിനെ പോലെ ഉണ്ടാവുക. നമ്മുടെ അഷ്ടാംഗത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപമാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് അതുപോലെ ആയിരിക്കും, ഇത് ഇതിനെ പോലെയാണ് എന്നുള്ള ഒരുപാട് സിമിലീസ് കാണും നമുക്ക്. സോ ഇതാണ് ഉപമാനത്തിന്റെ യൂട്ടിലിറ്റി. എപ്പോഴും 5 മാർക്കിനോ 3 മാർക്കിനോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഉപമാനം. സോ അതിന്റെ ഡെഫിനിഷൻസ് പഠിക്കുക. ഡെഫിനിഷൻസ് പഠിച്ചത് ആദ്യം നമ്മൾ അത് എന്താണ് ഉപമാനം എന്ന് മനസ്സിലാക്കുക ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ദെൻ യു ഹാവ് ടു സ്റ്റഡി ദ definition of the upamana and utility of upamana. So if any doubt is there, we can discuss further in the class. Thank you.